ഓക്കെ, അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ് എന്താണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ജസ്റ്റ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതായത് നമ്മൾ നേരത്തെ ബൈനോമിയൽ കണ്ടു അല്ലേ? ബൈനോമിയൽ കണ്ടപ്പോൾ ഏതൊക്കെയായിരുന്ന പാരാമീറ്റേഴ്സ്? എൻ, പി, ക്യൂ. പി എന്ന് പറഞ്ഞ പ്രോബിലിറ്റി ഓഫ് സക്സസ്, ക്യൂ എന്ന് പറഞ്ഞ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ, എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ട്രയൽസ്. ഇവിടെ എൻ ഈക്വൽ ടു, അതായത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എൻ ഈക്വൽ ടു വെരി ലാർജ്, അതായത് എന്നിൻ്റെ വാല്യൂ വെരി ലാർജ് ആൻഡ് പി ഈക്വൽ ടു വെരി സ്മോൾ. ഓക്കെ, അതാണ് ഞാൻ എന്നാൽ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു ജില്ലയിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം, ഒരു ജില്ലയിലെ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടാവും, അതിനകത്ത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ തീരെ കുറവായിരിക്കും അല്ലെ, അവരുടെ പ്രോബിലിറ്റി തീരെ ചെറുതായിരിക്കും. അപ്പോൾ എൻ വളരെ വലുതും നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് വളരെ വലുതും പി വളരെ ചെറുതുമാണെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനേക്കാൾ ഉപരി നമ്മുടെ റാൻഡം വേരിയബിൾസ് ഫോളോ ചെയ്യുന്ന മറ്റൊരു റാൻഡം വേരിയബിൾസിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കീഴിലാണ്. അപ്പോൾ എൻ ഈക്വൽ ടു വെരി ലാർജ് ആൻഡ് പി ഈക്വൽ ടു വെരി സ്മോൾ ആവുന്ന സിറ്റുവേഷൻ നമ്മൾ പറയും ആ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കും ഉത്തമം. അപ്പം എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ടു സെഡ് ടു ബി പോസോൺ റാൻഡം വേരിയബിൾ, അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഫോളോ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് പി ഓഫ് എക്സ് ഈസ് ഓഫ് ദ ഫോം, അതായത് ഇത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബിലിറ്റി ഏത് രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ ഫോളോ ചെയ്തിട്ടായിരിക്കും വരുന്നത്? ഈ പി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ നോക്കൂ, എക്സ് ഈസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോവുകയാണ്. അത് എന്നിനൊരു പ്രത്യേക വാല്യൂ ഇല്ല, കാരണം n വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ അതാ നോക്കൂ, ഇത്തരത്തിൽ അതായത് ഈ പ്രോബിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റി, ഇത്തരത്തിലുള്ള പ്രോബിലിറ്റി ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിളിനെല്ലാം നമ്മൾ എന്ത് പറയും? ദേ ഫോളോ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ മക്കളെ ഇവിടെ നോക്കൂ, ഇവിടെ ലാംഡയാണ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ലാംഡ ഈസ് ദ പാരാമീറ്റർ. മറ്റേടത്ത് കണ്ട പോലെ മൂന്ന് പാരാമീറ്റർ ഒന്നുമില്ല. എൻ, പി, ക്യൂ എന്ന് ബൈനോമിയൽ നമ്മൾ കണ്ടില്ലേ എന്ന് പറയുന്ന പോലെ ഇവിടെ 3 പാരാമീറ്റർ ഒന്നുമില്ല, ആകെ ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ. അപ്പം എന്തൊക്കെ പഠിച്ചു? എക്സ് എന്നുള്ളത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നപ്പോഴാണ് എൻ വെരി ലാർജ് ആൻഡ് പി വെരി സ്മോൾ ആകുമ്പോൾ. ഇനി അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഫോം എങ്ങനെയായിരിക്കും? ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ വേർ എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കാര്യം ക്ലിയറായി. ഓക്കെ, സന്തോഷം. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ മക്കളെ, ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ തന്നെയാണ്. അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, വേരിയൻസ് ഓഫ് എക്സ്. അതിൻ്റെ ഫോർമുല നമുക്കറിയാം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു അതും ലാംഡ തന്നെയാണ്. അപ്പം ഒരു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും സെയിം ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടെ പറഞ്ഞിട്ട്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ലാംഡ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോബ്ലം ചെയ്തതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി. ഇനി നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യം പറയും. ഇപ്പം നമുക്കൊരു പ്രോബ്ലത്തിൽ ലാംഡ തന്നിട്ടില്ലെങ്കിൽ, ലാംഡ ഈസ് നോട്ട് ഗിവൺ എന്ന് വിചാരിക്കുക. ലാംഡ തന്നിട്ടില്ലെങ്കിൽ ആ പ്രോബ്ലത്തിൽ നമുക്ക് എന്നും തരും ആൻഡ് പിയും തരും. എൻ ആൻഡ് പി വിൽ ഗിവൺ. ഓക്കെ, ലാംഡ തരാത്ത ഏതൊരു പ്രോബിലിറ്റിയിലും എന്നും പിയും തരും. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് സക്സസ്. ആ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്ന കാര്യം അതിൻ്റെ പ്രോബിലിറ്റിയാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് എടുക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത് എന്തോ അതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രോബിലിറ്റിയാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ എന്നും പി തന്നിട്ടുണ്ടെങ്കിൽ ലാംഡ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, എൻ ഇൻറ്റു പി എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞു എൻ വളരെ വലുതും പി വളരെ ചെറുതാകുമ്പോൾ നമ്മുടെ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രം ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ ലാംഡ ഈക്വൽ ടു എൻ ഇൻറ്റു പി ചെയ്താലും ലാംഡയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം എന്തൊക്കെ പറഞ്ഞു? ഇതാ നോക്കൂ, ഒന്നുകൂടി നോക്കൂ മക്കളെ. നമ്മൾ എക്സ് ഫോളോസ് എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പി ഓഫ് എക്സ് അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഫോം ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആയിരിക്കും. ലാംഡ ആയിരിക്കും പാരാമീറ്റർ, അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോവും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്ന ലാംഡ ആയിരിക്കും. വേരിയൻസ് ഓഫ് എക്സും അതും ലാംഡ തന്നെയായിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ലാംഡ ആയിരിക്കും. ലാംഡ തരാത്ത ക്വസ്റ്റ്യനിൽ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എൻ ഇൻറ്റു പി ചെയ്താൽ മതി. എന്നും പിയും ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ ആണല്ലോ? അങ്ങനെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അത് നോക്കും മക്കളെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ് ഈസ് പോസോൺ വേരിയേറ്റ്, എക്സ് ഈസ് പോസോൺ വേരിയേറ്റ് എങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുന്ന പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സച്ച് ദാറ്റ് പി ഓഫ് എക്സ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ ടു 9 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് 90 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 6 ആണ് എങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. നമുക്കറിയാം എക്സ് ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അല്ലേ, എക്സ് ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പി ഓഫ് എക്സ്, അതിൻ്റെ പ്രോബിലിറ്റിയുടെ ഫോം എന്തായിരിക്കും? നമുക്കറിയാം ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലായിരിക്കും, വേർ എക്സ് ഈക്വൽ ടു 0 1 2 3 എക്സെട്ര ആയിരിക്കും. ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 2, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് 90 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 6 തന്നിട്ടുണ്ട്. സന്തോഷം. നമ്മളിനി ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു 2 ബൈ 2 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് 90 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ. ഓക്കെ ആണല്ലോ. ഇവിടെ കുറേ കാര്യം ക്യാൻസലായി പോകും. ഇതാ നോക്കി മക്കളെ, ഇ റൈസ് ടു മൈനസ് ലാംഡ എല്ലായിടത്തും കോമൺ അല്ലേ, ക്യാൻസലായി പോകും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ലാംഡ സ്ക്വയർ പോവും, ഇവിടെ നിന്ന് അപ്പോൾ ഇവിടെ മിച്ചമുള്ളത് 2 ആവും. ഇവിടെ ഒരു ലാംഡ റൈസ് ടു 6ൻ്റെ അകത്ത് ലാംഡ സ്ക്വയർ വെട്ടി കഴിയുമ്പോൾ ഇവിടെ പിന്നെ എന്താവും, 4 ആവും ആണല്ലോ. ഓക്കെ, അപ്പോൾ മിച്ചമുള്ളത് ബാക്കി വന്ന് ഞാൻ എല്ലാം കൂടെ താഴേക്ക് എഴുതാൻ പോവുകയാണ്. അതാ നോക്കിക്കോളൂ. വിച്ച് ഇംപ്ലൈസ് ഇവിടെ മിച്ചം എന്താണുള്ളത്, 1/2 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു ഇവിടെ എന്തുണ്ട്, ലാംഡ സ്ക്വയർ ബൈ 4 ഫാക്ടോറിയൽ. ഓക്കെ, പ്ലസ് 90 ഇൻറ്റു ലാംഡ റേസ് ടു 4 ബൈ 6 ഫാക്ടോറിയൽ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1/2 തന്നെ. ഇതിന് എന്ത് വരും, 9 ഇൻറ്റു ലാംഡ സ്ക്വയർ ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 24 ആണ്. പ്ലസ് 90 ഇൻറ്റു ലാംഡ റേസ് ടു 4 ബൈ ഇൻറ്റു കുഴപ്പമില്ല. ഓക്കെ, ലാംഡ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 720 ആണ് അല്ലേ. ഇനി ഇതാ നോക്കുക മക്കളെ, ഇവിടെ എന്ത് ചെയ്യും, ഈ 2 ക്യാൻസലായി പോവും. ഇവിടെ 24 ക്യാൻസൽ ആകുമ്പോൾ 12 വരും. ഇവിടെ 720 ക്യാൻസൽ ആകുമ്പോൾ 360 വരും അല്ലേ. ഇനി ഈ 90യും 360 ക്യാൻസൽ ചെയ്യാലോ, എന്ത് വരും, ഇവിടെ 4 വരും, ഇവിടെ 1 വരും. ഓക്കെ, ഇവിടെ ഈ 9ഉം ഈ 12ഉം ക്യാൻസൽ ചെയ്യാലോ, ഇവിടെ 3 വരും, ഇവിടെ 4 വരും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനൊന്ന് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. which implies ഇവിടെ എന്തുള്ളൂ, 1 is equal to 3 lambda square by 4 പ്ലസ് ലാംഡ റേസ് ടു 4/4. ഇതിനെ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് 1 ഈസ് ഈക്വൽ ടു 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ റേസ് ടു 4/4 എന്ന് വരും. ഈ 4നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരും. ദാറ്റ് ഇംപ്ലൈസ് ഇതെന്ത് വരും, 4 ഈസ് ഈക്വൽ ടു 3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ റേസ് ടു 4 എന്ന് വരും. ഓക്കെ, ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ 4നെ ഇപ്പറേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് വരും, ലാംഡ റേസ് ടു 4 പ്ലസ് 3 ലാംഡ സ്ക്വയർ. ഞാനൊന്ന് തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. ഇവിടെ എനിക്കിതിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക്, ഇതെന്താണ്, ഇത് ഡിഗ്രി 4 ആയിട്ടൊരു ഇക്വേഷൻ. ഇതിനെ എനിക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ എം ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്താവും, എം സ്ക്വയർ എന്നാവും അല്ലേ. കാരണം എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡ സ്ക്വയർ ഹോൾ റേസ് ടു 2 വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ റേസ് ടു 4 ആണ്. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, എം സ്ക്വയർ പ്ലസ് 3m മൈനസ് 4 ഈക്വൽ ടു 0. അതാ നോക്കൂ, 2 നമ്പർ കണ്ടുപിടിക്കണം. അതായത് ആ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ 3യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരണം, 4 വരണം. ആഡ് ചെയ്യുമ്പോൾ 3യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4. ഏതൊക്കെയാണ് നമ്പർ, -4ഉം +1ഉം അല്ലേ, സോറി +4ഉം -1ഉം അല്ലേ. -4 ഇൻറ്റു +4 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -4. ഇനി ആഡ് ചെയ്യുമ്പോൾ 4 - 1 എന്ന് പറഞ്ഞാൽ 3 വരും. അപ്പോൾ ഇത് നമുക്ക് എന്തിനു എഴുതാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു m + 4 ഇൻറ്റു m - 1 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, m + 4 ഈക്വൽ ടു 0 ഓർ m - 1 ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് എമ്മിൻ്റെ വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം എന്ന് എന്താണ്, ലാംഡ സ്ക്വയർ അല്ലേ. ലാംഡ സ്ക്വയർ + 4 ഈസ് ഈക്വൽ ടു 0. അതായത് ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4 എന്ന് വരും. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -4. ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ്, ഇതൊരു കോംപ്ലക്സ് നമ്പറാണ് അല്ലേ. നമ്മുടെ ലാംഡ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറാണോ, അല്ല, ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ ഈ പോസിബിലിറ്റി വെട്ടിക്കളയാം. ഇനി മിച്ചമുള്ളത് ഇവിടെ ലാംഡ സ്ക്വയർ എടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ -1 ഈസ് ഈക്വൽ ടു 0, ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു +1 എന്ന് പറയും. ലാംഡ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 വിച്ച് ഈസ് ഈക്വൽ ടു +or -1 എന്ന് പറയും. അതായത് ലാംഡ ഈസ് ഈക്വൽ ടു +1 വരാം, -1 വരാം. പക്ഷേ നമുക്കറിയാം, നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇതാ നോക്കൂ, എന്താണ്, ലാംഡ എന്ന് പറയുന്നത്
എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും, +1 ആയിരിക്കും, -1 ആയിരിക്കില്ല. ദെയർഫോർ ലാംഡ ഈസ് ഈക്വൽ ടു -1. ഇനി നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ലാംഡ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. സിമ്പിൾ അല്ലേ? ഓക്കെ, വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ് ഈസ് എ പോസോൺ വേരിയേറ്റ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0, ഈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈക്വൽ ടു കെ, ഷോ ദാറ്റ് കെ ഈസ് ഈക്വൽ ടു 1/e. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, e റേസ് ടു -λ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടർ. അത് പറഞ്ഞ് തന്നെ പഠിക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളൂ. 0, 1, 2, 3 എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു കെ എന്നുള്ള അവിടെ നിൽക്കട്ടെ, ഇത് രണ്ടും തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്കിവിടെ ലാംഡ കണ്ടുപിടിക്കണം. അതാണ് പാരാമീറ്റർ കണ്ടുപിടിച്ചാലേ ഈ പി ഓഫ് എക്സിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഫാക്ടർ നമുക്ക് യൂസ് ചെയ്യാം. എക്സ് ഈക്വൽ ടു ഇതിനകത്ത് കൊടുക്കുമ്പോൾ എന്തോരും, e റേസ് ടു -λ ഇൻറ്റു ലാംഡ റേസ് ടു 0/0 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്തോരും, e റേസ് ടു -λ ഇൻറ്റു 1 റേസ് ടു എക്സ് 1 റേസ് ടു എക്സ് ബൈ 1 ഫാക്ടോറിയൽ എന്ന് വരും. ഇതെങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ മക്കളെ, e റേസ് ടു ലാംഡ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ e റേസ് ടു -λ മാത്രമാവും. ഇനി വീണ്ടും എന്താണ് ഇവിടെ, e റേസ് ടു സോറി, ഇവിടെ ലാംഡ റേസ് ടു എക്സ് അല്ലേ, അപ്പോൾ ലാംഡ റേസ് ടു 1 എന്നാണ് വരുന്നത്. ഓക്കെ, ഞാൻ എഴുതിയത് മാറിപ്പോയതാണ്. ലാംഡ റേസ് ടു 1 എന്ന് വരും. ഇവിടെ എന്താ, e റേസ് ടു -λ ആയിട്ട് ലാംഡ റേസ് 1 എന്ന് പറഞ്ഞാൽ ലാംഡ തന്നെ, ഡിവൈഡഡ് ബൈ 1 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 തന്നെ, അപ്പോൾ ഡിവൈഡഡ് ബൈ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നോക്കും മക്കളെ, ഇവിടെ എന്ത് ചെയ്യും, ഈ e റേസ് ടു -λ ക്യാൻസൽ ആയി പോകുമ്പോൾ ലാംഡ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ലാംഡ ഈക്വൽ ടു 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പി ഓഫ് എക്സ് എന്തായിട്ട്, നമുക്കിപ്പോൾ പി ഓഫ് എക്സ് കിട്ടില്ല. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു e റേസ് ടു -1 ഇൻറ്റു 1 റേസ് ടു ലാംഡ റേസ് ടു എക്സ് എന്നല്ല, അപ്പോൾ ഇൻറ്റു 1 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ഈ എക്സ് ഫാക്ടോറിയൽ, വേറെ എക്സ് ഈസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര എന്നുള്ളത് ചെയ്യാൻ പറ്റും. ഇനി നമുക്കതാ നോക്കൂ, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പി ഓഫ് എക്സ്, ഈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈക്വൽ ടു കെ എന്ന് തന്നിട്ടില്ലേ. എങ്ങനെയാണ് തന്നിരിക്കുന്നത്, അതാ നോക്കൂ. ക്വസ്റ്റിന് തന്നിരിക്കുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈക്വൽ ടു കെ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് രണ്ടും മാത്രം എടുക്കുന്നു. ഈ രണ്ട് വസ്തുതയെ മാത്രം എടുക്കുന്നു. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് കൊടുക്കുമ്പോൾ എന്ത് വരും, e റേസ് ടു -1 ഇൻറ്റു 1 റേസ് ടു 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു കെ എന്ന് വരും. നോക്കിയാൽ മക്കളെ, e റേസ് ടു -1 1 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 വരും, ഡിവൈഡ് ബൈ 0 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 വരും, ഈസ് ഈക്വൽ ടു കെ. ഇനി ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു e റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/e. നമുക്ക് പ്രൂവ് ചെയ്തില്ലേ, പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതല്ലായിരുന്നോ, ഷോ ദാറ്റ് കെ ഈസ് ഈക്വൽ ടു 1/e എന്നല്ലായിരുന്നോ, അതാ നമ്മളതിപ്പോൾ പ്രൂവ് ചെയ്തില്ലേ. സോ ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നല്ലൊരു ചോദ്യമാണ് മക്കളെ, ഇതാ നോക്കൂ. എ കാർ ഹയർ ഫേം ഹാസ് 2 cars. കാർ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് സ്വന്തമായിട്ട് 2 കാറുകളുണ്ട്. വിച്ച് ഇറ്റ് ഹയർസ് ഔട്ട് ഡേ ബൈ ഡേ. എല്ലാ ദിവസവും ഡേ ബൈ ഡേ അവരത് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ദ നമ്പർ ഓഫ് ഡിമാൻഡ് ഓഫ് എ കാർ ഓൺ ഈച്ച് ഡേ ഈസ് പോസോൺ ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ 1.5. അതായത് ഈ കാറിൻ്റെ ഡിമാൻഡ്, ഓരോ ദിവസവുമുള്ള കാറിൻ്റെ ഡിമാൻഡിനെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ദ നമ്പർ ഓഫ് ഡിമാൻഡ് ഓഫ് എ കാർ ഓൺ ഈച്ച് ഡേ ഈസ് പോസോൺ ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്പർ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്, അതിനാണ് നമ്മൾ എക്സ് എടുക്കുക. എക്സ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഡിമാൻഡ് ഓഫ് കാർ ഓൺ ഈച്ച് ഡേ. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ, അത് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു വിത്ത് മീൻ 1.5. ശ്രദ്ധിക്കണേ മക്കളെ. കാൽക്കുലേറ്റ് ദ പ്രപ്പോർഷൻ ഓഫ് ഡേയ്സ്. ഈ വാക്ക് ഇച്ചിരി ട്വിസ്റ്റിംഗ് ആണ്. പ്രപ്പോർഷൻ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ പ്രപ്പോർഷൻ ഓഫ് ഡേയ്സ് ഓൺ വിച്ച് നൈദർ കാർ ഈസ് യൂസ്ഡ്, സം ഡിമാൻഡ് ഈസ് റെഫ്യൂസ്ഡ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാം മനസ്സിലാവും. എ കാർ ഹയർ ഫേം ഹാസ് 2 cars വിച്ച് ഇറ്റ് ഹയർസ് ഔട്ട് ഡേ ബൈ ഡേ. ആ കാര്യം വ്യക്തമാണ്. ദ നമ്പർ ഓഫ് ഡിമാൻഡ് ഫോർ എ കാർ ഓൺ ഈച്ച് ഡേ ഈസ് പോസോൺ ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ എക്സ് ഈക്വൽ ടു മീൻ 1.5. നമ്മളിവിടെ എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിമാൻഡ് ഫോർ എ കാർ ഓൺ ഈച്ച് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. വിത്ത് മീൻ
ഈക്വൽ ടു 1.5 എന്നല്ലേ മക്കളെ? പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ തന്നെയല്ലേ? ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ലാംഡ ഈക്വൽ ടു 1.5 എന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ധൈര്യമായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിൻ്റെ പി ഓഫ് എക്സ് ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഇരിക്കും? ഇ റേസ് ടു മൈനസ് 1.5 ഇൻറ്റു 1.5 ഹോൾ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ വേർ എക്സ് ഈസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. എന്താ നോക്കും മക്കളെ, നമ്മുടെ പ്രോബബിലിറ്റി പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ ഫോം എന്താണ്? ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ വേർ എക്സ് ഈസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര എന്നുള്ളതല്ല. ഇതിനകത്ത് ലാംഡയ്ക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തു? 1.5 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്ന് പറയുന്നതാണ് എന്ത്? പ്രൊപ്പോർഷൻ ഓഫ് എ ഡേയ്സ്. പ്രൊപ്പോർഷൻ ഓഫ് എ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനാണ് മക്കളെ. പ്രോബബിലിറ്റിക്കല്ലേ പ്രോബബിലിറ്റി കിടക്കുന്നത്? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? total number of favorable case by total number of case എന്നല്ലേ? ഇത് എപ്പോഴും ഒരു പ്രപ്പോർഷൻ അല്ലേ? പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രപ്പോർഷൻ അല്ലേ? 0യുടെ 1ൻ്റെ ഇടയ്ക്കല്ലേ? അതപ്പോൾ ഒരു ഫ്രാക്ഷൻ നമ്പർ അല്ലേ? ഫ്രാക്ഷൻ നമ്പറിനെയാണ് ഈ പ്രപ്പോർഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പ്രപ്പോർഷൻ ഓഫ് എ ഡേയ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പ്രോബിലിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇനി മുതൽ വരണം. നൈദർ കാർ ഈസ് യൂസ്ഡ്, അതായത് ഒരു കാറും ഓട്ടം പോയിട്ടില്ല. ദെയർ ഈസ് നോ ഡിമാൻഡ് ഫോർ എനി കാർ, അതായത് എക്സ് എന്ന് പറഞ്ഞ ഡിമാൻഡ് ഓഫ് കാർ അല്ലേ? നോ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഒന്നാമത്തെ ചോദ്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനകത്ത് എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. ഇ റേസ് ടു മൈനസ് 1.5 ഇൻറ്റു 1.5 റേസ് ടു 0 ഹോൾ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇ റേസ് ടു മൈനസ് 1.5 ഇത് ഈ 1.5 റേസ് ടു 0 1 വരും, 0 ഫാക്ടോറിയൽ 1 വരും. ഇ റേസ് ടു മൈനസ് 1.5 കാൽക്കുലേറ്ററിൽ നോക്കുക മക്കളെ, സമയം കളയരുത്. 0.2231 എന്നാണ് കിട്ടുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് സം ഡിമാൻഡ് റെഫ്യൂസ്ഡ്. ഓക്കെ, സം ഡിമാൻഡ് റെഫ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറിന് ഡിമാൻഡ് വന്നു, പക്ഷേ അത് എന്താ പറയുക, അംഗീകരിക്കാതെ വിട്ടു. ഞാൻ പറയട്ടെ, ഒരു കച്ചവടക്കാരൻ അവൻ്റെ അടുത്ത് വരുന്ന ഒരു കച്ചവടക്കാരൻ, ഇപ്പം ഞാനൊരു കച്ചവടം നടത്തുന്ന ആളാണ്. ഓക്കെ, ഞാൻ മിഠായി വിൽക്കുന്ന ആളാണ്. ഞാൻ മിഠായി വിറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ വരുമ്പോൾ ഞാൻ അവരെല്ലാം തിരിച്ചു വിടുകയെന്ന് വിചാരിച്ചോ? അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ കയ്യിലുള്ള സാധനം, ഞാൻ കച്ചവടം ചെയ്യാൻ കൊണ്ടുപോകുന്ന പൊരുളുകളെല്ലാം തീർന്നു പോയെന്നല്ല അർത്ഥം. അപ്പോൾ ഇവിടെ ഞാൻ റെഫ്യൂസ് ചെയ്യണമെങ്കിൽ സം ഡിമാൻഡ് റെഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള 2 കാറും ഓട്ടത്തിലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതാണ് മാത്തമാറ്റിക്കൽ സിറ്റുവേഷൻ. എക്സ് ആണ് നമ്പർ ഓഫ് ഡിമാൻഡ് ഓഫ് എ കാർ. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നാണ് സം ഡിമാൻഡ് റെഫ്യൂസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എൻ്റെ കാറില്ലെന്ന് പറഞ്ഞാൽ എക്സ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 2 ആണ്. എൻ്റെ കയ്യിൽ 2 കാറുള്ള 2 ഓട്ടം പോയി, പക്ഷേ ആൾക്കാർ വന്ന് 2-ലധികം കാറ് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അത് റെഫ്യൂസ് ചെയ്യണം. അപ്പോൾ സം ഡിമാൻഡ് റെഫ്യൂസ്ഡ്. ഈ ഒരു സാഹചര്യം വരണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ, ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന കാറിൻ്റെ എണ്ണം 2-നേക്കാളും കൂടുതലാകുമ്പോൾ മാത്രമേ എനിക്കത് റെഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ 2 കാറേ ഉള്ളൂ ഓട്ടം വിടാൻ. 2 ഓട്ടം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും എൻ്റെ കൊടുക്കാൻ കാറില്ല, ഞാൻ എല്ലാം റെഫ്യൂസ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 വരുമ്പോഴാണ് സം ഡിമാൻഡ് ഈസ് റെഫ്യൂസ് എന്നുള്ള സാഹചര്യം വരുന്നത്. ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സിൻ്റെ വാല്യൂ എവിടെ വരെ പോകുന്ന അറിയോ? ഇല്ല. കാരണം എന്താണ്? എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ അതിലും നല്ലത് നമുക്ക് എന്താണ്? നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്നറിയാം. ആ ഇക്വേഷൻ വെച്ച് എഴുതുവാണെങ്കിൽ ഇതിനെ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് x equal to 2 plus probability of x equal to 1 plus probability of x equal to 0 വരെ എത്തി നിൽക്കും. which is equal to 1 minus probability of x equal to 2 എന്ന് പറഞ്ഞാൽ e raised to minus 1.5 into 1.5 square divided by 2 factorial plus probability of x equal to 1 എന്ന് പറഞ്ഞാൽ e raised to minus 1.5 into 1.5 whole raised to 1 എന്ന് പറഞ്ഞാൽ 1.5 തന്നെ. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഇ റേസ് ടു നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇ റേസ് ടു മൈനസ് 1.5 തന്നെ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. 1 മൈനസ് ഇ റേസ് ടു മൈനസ് 1.5 കോമൺ ആണ്. അത് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു 1.5 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1.5 ഡിവൈഡ് ബൈ 1 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 തന്നെ പ്ലസ് 1 എന്ന് വരും. ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇത് കാൽക്കുലേറ്റർ ഇട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.1913 എന്ന ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സോ അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ അതിൻ്റെ അകത്ത് ഒബ്റ്റെയിൻ ചെയ്ത് എഴുതുന്നത് മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് 2% ഓഫ് ദ ബോൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്. ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൾട്ടുകളില്ല, ബോൾട്ട് അതിൽ 2% ഡിഫക്റ്റീവാണ്. വളരെ ഒരു കമ്പനിയിൽ എത്ര ബോൾട്ട് ഉണ്ടാക്കും? ഒരുപാട് ബോൾട്ട് ഉണ്ടാക്കും. അതിൽ 2% ഡിഫക്റ്റീവാണ്, 2% മാത്രം. ഇനി ദ ബോൾട്ട്സ് ആർ സപ്ലൈഡ് ഇൻ ബോക്സസ് ഓഫ് 200 ബോൾട്ട്സ്, അതായത് 200, ഒരു പെട്ടിക്കകത്ത് 200 ബോൾട്ട് എന്ന തോതിലാണ് ഈ ബോൾട്ടുകൾ സപ്ലൈ ചെയ്യുന്ന പെട്ടിയിലാക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡംലി ചോസൺ ബോക്സ് കണ്ടെയ്ൻസ് നോട്ട് മോർ ദാൻ 5 ഡിഫക്റ്റീവ്സ്? നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ബോക്സിൽ 5ൽ കൂടുതൽ ഡിഫക്റ്റീവായിട്ടുള്ള ബോൾട്ട് ഉണ്ടാവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇവിടെ നമുക്കൊന്നും പറഞ്ഞിട്ടില്ല, പോസോണെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് പോസോണിൻ്റെ ചോദ്യമാണെന്നുള്ള കാര്യമൊക്കെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ മക്കളെ, ഇവിടെ 2 കേസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ്, ഒരു ബോൾട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് ഒരു സാധനം ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഔട്ട്കം എങ്ങനെ? ഒന്നുകിൽ അത് അടിപൊളിയാവാം, അല്ലെങ്കിൽ ചീത്തയാവാം, അധികം ഡിഫക്റ്റീവ് ആവാം, നല്ലതാവാം. അപ്പോൾ 2 ഔട്ട്കം ഉള്ളൊരു എക്സ്പെരിമെൻ്റ് ആണിത്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ബൈനോമിയലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് കാര്യം മനസ്സിലായല്ലോ. ബൈനോമിയൽ നമുക്ക് എങ്ങനെ പോസോണിലേക്ക് പോകണം എന്നുള്ളത് പറയാം. നിങ്ങൾ ആദ്യം ധൃതി വെക്കേണ്ട അത് മനസ്സിലാക്കാം. ഇവിടെ അപ്പോൾ നമ്മൾ എന്താണ്, ദ ബോൾസ് ആർ സപ്ലൈഡ് ഇൻ ബോക്സ് ഓഫ് 200 ബോൾസ്. അപ്പോൾ n = 200 ആണെന്നുള്ള കാര്യം വ്യക്തമായി. ഇവിടെ ഇറ്റ് ഈസ് നോൺ ദ 2% ഓഫ് ബോൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സക്സസ് ആയിട്ട് ഇവിടെ ഡിഫക്റ്റീവിനെ പറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വേണം. അപ്പം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, കൊറോണ നെഗറ്റീവ് ആവുമ്പോഴാണ് നല്ലൊരു കാര്യം സംഭവിക്കുന്നത്. പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നല്ലതാണോ? അല്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫക്റ്റീവിനെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ സക്സസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ബോൾട്ട്സ് ആർ ഡിഫക്റ്റീവ്. ബോൾസ് ഡിഫക്റ്റീവ് ആവുമ്പോഴാണ് ഇവിടെ സക്സസ് നടക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബോൾസ് ആർ ഡിഫക്റ്റീവ്. അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്മോൾ p കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ആണ് 2% എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 0.2. നിങ്ങൾ നോക്കിയ മക്കളെ, ഇവിടെ ഇപ്പോഴും നിങ്ങൾക്ക് ഇത് പോസോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇവിടെ ലാംഡ ഒന്നും തന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, n എന്ന് പറയുന്നത് ഇവിടെ n എന്ന് പറയുന്നത് വളരെ വലുതല്ലേ? എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ 0.2 കമ്പയർ ചെയ്യുമ്പം n വളരെ വലുതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ, n ഈസ് വെരി ലാർജ്. n എന്ന് പറയുന്നത് എന്താണ്? വെരി ലാർജ്. ഇനി p ഈസ് ഈക്വൽ ടു 0.2. n ഈസ് ഈക്വൽ ടു എന്താണ്? n ഈസ് ഈക്വൽ ടു 200 ആണ്. p ഈസ് ഈക്വൽ ടു 0.2 ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു വെരി സ്മോൾ കമ്പയർഡ് ടു n. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ഈ എക്സ് ഫോളോസ് ബൈനോമിയലിനെക്കാട്ടിലും എക്സിന് ഫോളോ ചെയ്യാൻ ഉത്തമൻ ആരാണ്? പോസോൺ ഡിസ്ട്രിബ്യൂഷനാണ്. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. p of x is equal to e raised to minus lambda into lambda raised to x by x factorial, where x equal to 0, 1, 2, 3 എക്സെട്ര. ഓക്കെ മക്കളെ, ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. n >30 ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ പോസോൺ ഡിസ്ട്രിബ്യൂഷനാണ് ആ ഡേറ്റ ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇവിടെ n >30 അല്ലേ, n ഈക്വൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കിടത്തി വെട്ടിക്കൊണ്ട് ആ ഡേറ്റ എന്തിനെ ഫോളോ ചെയ്യും? പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. ഇവിടെ നമുക്കിനി അടുത്ത പ്രശ്നം, ലാംഡയുടെ വാല്യൂ തന്നിട്ടില്ല അല്ലേ. ലാംഡ എന്താണെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാംഡ തന്നിട്ടില്ലെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ലാംഡ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നും പിയും തരും, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. n = ഇവിടെ എന്താണ്? 200. p എന്താണ്? 0.2 അല്ലേ. വിച്ച് ഈസ് ഈക്വൽ എന്ത് വരും? ഇത് 4 എന്ന് വരും അല്ലേ. 2 എന്ന് പറഞ്ഞാൽ 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? ഇത് 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഓക്കെ, ഇവിടെ ഞാൻ 2% എന്നല്ലേ പറയാം. 2% എന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി. 2% എന്ന് പറയുമ്പോൾ 0.02 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 0.02 എന്നാണ് വരുന്നത്. ഓക്കെ, ഞാൻ അത് എഴുതിപ്പോയപ്പം ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും 0.02 എന്നാണ്. 0.02. ഓക്കെ, 0.02 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ ലാംഡ ഈക്വൽ ടു 4 കിട്ടി. അങ്ങനെയാണ് നമ്മുടെ പ്രോബബിലിറ്റി എങ്ങനെ വരും? p of x ഈസ് ഈക്വൽ ടു e raised to -4 into
4 raised to x divided by x factorial എന്നായി അല്ലേ, വേറെ x is equal to 0, 1, 2, 3 etc. ഇത് നോക്കിയാൽ മക്കളെ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് റാൻഡംലി ചോസൺ ബോക്സ് കണ്ടെയ്ൻ നോട്ട് മോർ ദാൻ ഡിഫക്റ്റീവ്സ്. 5ൽ കൂടുതൽ ഡിഫക്റ്റീവ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഡിഫക്റ്റീവിൻ്റെ എണ്ണം ഇവിടെ x ആണ് ഡിഫക്റ്റീവിൻ്റെ എണ്ണം, അത് നോട്ട് മോർ ദാൻ 5 എന്ന് പറയുമ്പോൾ ദാറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡംലി ചോസൺ ബാഗ് കണ്ടെയ്ൻസ് നോട്ട് മോർ ദാൻ 5 ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് മാത്തമാറ്റിക്കലി ഉദ്ദേശിക്കുന്നത് ദ വാല്യൂ ഓഫ് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എക്സ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബോൾട്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബോൾട്ട് ആണ്. അപ്പോൾ എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എന്തായിരിക്കും, probability of x equal to 0 plus probability of x equal to 1 plus probability of x equal to 2 plus probability of x equal to 3 plus probability of x equal to 4 plus probability of x equal to 5 ആയിരിക്കും. which is equal to ഓരോന്ന് ഇട്ട് കൊടുക്കുക, e raised to minus 4 into 4 raised to 0 by 0 factorial plus e raised to minus 4 into 4 raised to 1 by 1 factorial plus e raised to minus 4 into 4 raised to 2 by 2 factorial plus e raised to minus 4 into 4 raised to 3 by 3 factorial plus e raised to minus 4 into 4 raised to 4 by 4 factorial plus e raised to minus 4 into 4 raised to 5 by 5 factorial. 1, 2, 3, 4, 5, 6. അത് നോക്കിയാൽ മക്കളെ ഇതിനകത്തെല്ലാം e raised to minus 4 കോമൺ അല്ലേ, വെളിയെടുക്കുമ്പോൾ എന്തോരും, ഇത് 4 raised to 0 എന്നുള്ള 4 raised to 0 by 0 factorial plus 4 raised to 1 by 1 factorial plus 4 raised to 2 by 2 factorial plus 4 raised to 3 by 3 factorial plus 4 raised to 4 by 4 factorial plus 4 raised to 5 by 5 factorial. സുഖ സുന്ദരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള കാൽക്കുലേറ്റർ വെച്ചിട്ട് ഈ വാല്യൂ എല്ലാം കണ്ടുപിടിക്കാം. ഇത് കാൽക്കുലേറ്റ് ഫൈനലി കണ്ടുപിടിക്കുമ്പോൾ 0.785 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്രോക്സിമേറ്റ് വാല്യൂ വന്നാലും ഒരു പ്രശ്നവുമില്ല, ഇത്രയെങ്കിലും വൃത്തിയായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കാൻ ചെറിയൊക്കെ ഒരു എററുകൾ വരാം, അത് പ്രശ്നമില്ല, എന്നാലും നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു വാല്യൂവിനോട് അടുത്തുള്ള വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇത്രയുമാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പ്രോബ്ലം. ഇനി നമുക്ക് കാണാനുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.